എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനിലാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. സമയം ഇപ്പോൾ രാവിലെ 5:45 ആയിട്ടുള്ളത്. നമ്മുടെ ട്രെയിൻ രാവിലെ 6 മണിക്കാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. 5:45 ആയിട്ടുള്ളെങ്കിലും നേരമൊക്കെ പുലർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ട്രെയിനുകൾ രാവിലെ തന്നെ പുറപ്പെടാനുണ്ട്. നമ്മുടെ നേരെ മുന്നിലായി തന്നെ ഇതായി കാണുന്നത് കോയമ്പത്തൂരിൽ നിന്നും മയിലാടുതുറ വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ നമ്മൾ മുമ്പൊരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിൻ രാവിലെ 7:15 കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. Train number 22616 from Coimbatore Junction to Tirupati Intercity Express will be short terminated at Katpadi Junction today. The inconvenience caused to the passengers is deeply regretted. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനാണ് ഇതായി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 6ാമത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്നത്. വിജയവാഡ ലോക്കോ ഷെഡിൻ്റെ WP4 ലോക്കോയിലാണ് നമ്മൾ കോയമ്പത്തൂർ തൊട്ട് മംഗളൂർ വരെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ എൻജിനൊക്കെ ഇത് ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്നും തിരുപ്പതി വരെ പോകുന്ന 22616 എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ തിരുപ്പതി ഇൻ്റർസിറ്റി ട്രെയിനാണ് ഇതായി നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ ഈ നിർത്തിയിട്ടിരിക്കുന്ന വന്ദേ ഭാരത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും MGR ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന വന്ദേ ഭാരതാണ്. ഈ ട്രെയിനും 6 മണിക്ക് തന്നെയാണ് കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്നത്. ഇവിടെ ഇതായി നിർത്തിയിട്ടിരിക്കുന്നത് മറ്റൊരു ഇൻ്റർസിറ്റി ട്രെയിനാണ്. കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ ഇൻ്റർസിറ്റി ട്രെയിനാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ട്രെയിൻ 6:20 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്നത്. 6:20 പുറപ്പെടുന്ന ഈ ട്രെയിൻ ചെന്നൈയിൽ 1:50 ആകുമ്പോഴാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ ട്രെയിനിലെ 2 AC ചെയർ കാർ കോച്ചുകളാണ് ഇതായി കാണുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 6ാമത്തെ പ്ലാറ്റ്ഫോമിലായി ഒരു ചെറിയൊരു ക്ഷേത്രവും അതിൻ്റെ അടുത്തായി ഒരു ആൽമരം ഒക്കെ ഉണ്ട്. നമ്മുടെ 6 മണിക്ക് പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ 3 മിനിറ്റോളം വൈകി 6:03 ആയപ്പോഴേക്കാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർസിറ്റി ട്രെയിനിലെ അൺറിസർവ്ഡ് കോച്ചിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിനിലാകെ 2 AC ചെയർ കാറുകളും അതുപോലെ തന്നെ 5 സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളും 13ഓളം അൺറിസർവ്ഡ് കോച്ചുകളും 2 SLR കോച്ചുകളുമാണ് ഈ ട്രെയിനിലാകെ വരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിന് പിന്നെ കേരളത്തിലാണ് സ്റ്റോപ്പ് വരുന്നത്. കേരളത്തിലെ പാലക്കാടാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ കേരളത്തിലേക്ക് കയറാൻ പോവുകയാണ്. വെൽക്കം ടു കേരള എന്നുള്ള ബോർഡൊക്കെ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റേഷനായ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത്. ഈ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ പാലക്കാട് എറണാകുളം മെമു ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ 7:20 ഇവിടുന്ന് പുറപ്പെടുക. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 7:02 എത്തേണ്ട നമ്മുടെ ഈ ട്രെയിൻ 6 മിനിറ്റ് മുന്നേ തന്നെയായി 6:56 കൂടി തന്നെ നമ്മുടെ ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബിഫോർ ടൈമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അത്യാവശ്യം ആളുകൾക്ക് നമ്മുടെ ഈ ട്രെയിനിൽ കയറാനുണ്ടായിരുന്നു. ട്രെയിൻ എങ്ങനെ വീണ്ടും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 3 മിനിറ്റ് സമയമായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ട്രെയിൻ 3 മിനിറ്റിന് മുകളിൽ സമയോടെ പിടിച്ചിട്ടിരുന്നു. അപ്പുറത്തെ ട്രാക്കിലായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന മെമു ട്രെയിനാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന ലൈൻ ഇതിലൂടെ തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഈ പോകുന്ന പാത എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള പാലക്കാട് പൊള്ളാച്ചി ലൈനാണിത്. ഈ പാത കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആകുന്നത്. മഴയൊക്കെ പെയ്തു തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ റൂട്ടിലൊക്കെ എല്ലായിടത്തും ഇതുപോലുള്ള പച്ചപ്പ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേഷനായ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ 4 ട്രാക്കുകളാണ് വരുന്നത്.
ട്രെയിൻ അങ്ങനെ ഏതാ വീണ്ടും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർസിറ്റി ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിൻ കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. 407 കിലോമീറ്ററാണ് ഈ ട്രെയിൻ ആകെ സർവീസ് നടത്തുന്ന ദൂരം എന്ന് പറയുന്നത്. ഈ 407 കിലോമീറ്ററിനടക്കം ഏകദേശം 15ഓളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. ഈ ഇൻ്റർസിറ്റി ട്രെയിനിലെ ഈ ജനറൽ കോച്ചുകളിലെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്നും മാംഗ്ലൂർ സെൻട്രൽ വരെ 155 രൂപയാണ് നമുക്കാവുന്നത്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിൻ രാവിലെ 11:05 പുറപ്പെട്ട് വൈകുന്നേരം 6:20 കൂടിയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുക. ട്രെയിൻ ഇപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ട്രെയിനിന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പ് വരുന്നില്ല. നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് പേർ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിലേക്ക് കയറാനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആ കാണുന്ന WP4 ലോക്കോയുമായി വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ 16649 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന മാംഗ്ലൂർ സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ പരശുറാം എക്സ്പ്രസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് രാവിലെ 5:05 പുറപ്പെടുന്ന ഈ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് രാത്രി 8:55 കൂടിയാണ് എത്തിച്ചേരുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. മംഗലാപുരത്ത് നിന്നും കോട്ടയം വഴി നാഗർകോവിൽ പോകുന്ന മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് 15ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രയ്ക്ക് ട്രെയിൻ അങ്ങനെ വീണ്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൻ്റർസിറ്റി ട്രെയിൻ അല്ലാതെ മറ്റൊരു ട്രെയിൻ കൂടി രാവിലെ തന്നെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും മാംഗ്ലൂർ സെൻട്രലിലോട്ടുണ്ട്. ആ ട്രെയിൻ എന്ന് പറയുന്നത് മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ്.
രാവിലെ 7:50 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ വൈകുന്നേരം 6:40 മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. കോയമ്പത്തൂരിനും മാംഗ്ലൂരിനും ഇടയ്ക്ക് ഏകദേശം 47ഓളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട്. കോയമ്പത്തൂരിനും മാംഗ്ലൂരിനും ഇടയിലുള്ള ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനിലും തന്നെ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് എന്ന് പറയുന്നത് നന്നാവുക. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പില്ല. ട്രെയിൻ അങ്ങനെ ഇതപ്പം 15 മിനിറ്റിന് മുകളിൽ വൈകി 11 മണിയോട് കൂടി ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിലായിട്ട് വൈകുന്നേരം ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാനുള്ള 2 ട്രെയിനുകളാണ് നിർത്തിയിട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ടേ സൈഡിലായി കാണുന്ന ട്രെയിൻ KSR ബംഗളൂരു എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ വൈകുന്നേരം 5:05 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത്. 5:05 പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 6:35 KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഈ KSR ബംഗളൂരു എക്സ്പ്രസിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടുള്ളത് യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. ഈ യശ്വന്ത്പൂർ എക്സ്പ്രസ് വൈകുന്നേരം 6:05 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 7:50 യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ കോച്ചുകളെല്ലാം LHB കോച്ചുകളുമാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ 5 മിനിറ്റിന് ശേഷം വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. മംഗലാപുരത്തെ ഏറ്റവും വലിയ ആധ്യാത്മിക വിഭാഗം യൂണിറ്റി ഹോസ്പിറ്റൽ.
ട്രെയിൻ അങ്ങനെ ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ട് ട്രെയിനുകളും വീണ്ടും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് PAY എന്നാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് കാസിപ്പേട്ട് ലോക്കോ ഷെഡിൻ്റെ ഒരു WAG-7 ലോക്കോ ആയിട്ട് ഒരു BCNA വാഗണൊക്കെ അത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പുറത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ പെയറായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണത്. ട്രെയിൻ അങ്ങനെ അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായുള്ള പണികളൊക്കെ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷൻ കൂടിയാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ട്രെയിൻ അങ്ങനെ വീണ്ടും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അധികം ആളുകളൊന്നും ഇപ്പം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലേക്ക് കയറിയിട്ടില്ല. നമ്മുടെ ട്രെയിനിലെ ഒട്ടുമിക്ക കോച്ചുകളും ഇപ്പം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതോടെ കാലിയായിട്ടാണുള്ളത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട നദിയായ നേത്രാവതി നദിക്ക് മുകളിലൂടെയുള്ള റെയിൽവേ പാലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അത്യാവശ്യം നീളമുള്ളൊരു റെയിൽവേ പാലം കൂടിയാണിത്.
നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ അവസാന സ്റ്റേഷനായ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ തമിഴ്നാടും കേരളവും കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്താൽ അപ്പോൾ കർണാടകത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിൻ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും മുംബൈ LTT വരെ പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ് ഇത് അവിടെ നിർത്തിയിട്ടുള്ളത്. ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷമാണ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെടുക. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് ആരംഭിച്ച നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.